ഹലോ, നമുക്ക് അടുത്ത പാർട്ടിയിലേക്ക് പോയാലോ? എൻ്റെ കുഞ്ഞപ്പോൾ സുന്ദരിയായി. അവളെ നെറുകിയിലും മോഹിച്ചുകൊണ്ട് അവൻ പറഞ്ഞതോ അപ്പുവിൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. ഞാൻ ശരിക്കും സുന്ദരിയാണോ നീല? പിന്നല്ലാതെ. പക്ഷെ ഞാൻ എത്ര നന്നായി ഒരുങ്ങിയാലും എത്ര നല്ല ഡ്രസ്സ് ഇട്ടാലും എല്ലാവരും പറയുന്നത് തടിയില്ലല്ലോ, ഉയരില്ലല്ലോ, മുടിയില്ലല്ലോ, നിനക്കൊന്നും തിന്നാൻ കിട്ടുന്നില്ല എന്നാണല്ലോ. ആരങ്ങനെ പറയാറ്? എല്ലാവരും പറയും. കുടുംബത്തിൽ എന്തെങ്കിലും ഫങ്ഷനുണ്ടായി അവിടുത്തെ പ്രധാന ചർച്ചാ വിഷയം ഞാനും അനുഭവം ചേച്ചിയാണ്. ഞാനാണെങ്കിൽ മെലിഞ്ഞുണെങ്കിൽ ശോഷിച്ചു പോയെന്നും അനുഭവ ചേച്ചിയാണെങ്കിൽ തടിച്ച് പുട്ടുകുറ്റി പോലെ ആയെന്നും പറഞ്ഞ് കളിയാക്കും. അതെന്താ, ഒരാൾ തടിക്കുന്നതും മെലിയുന്നതും വെളുക്കുന്നതും നിറം കുറയുന്നതൊക്കെ അവരുടെ കുറ്റം കൊണ്ടാണോ? അത് നമ്മുടെ സമൂഹത്തിൻ്റെ കുറ്റാണല്ലോ. അതൊക്കെ പണ്ടല്ലേ. ഇനി ഈ നീലം കൂടെയുള്ളപ്പോൾ എൻ്റെ കുട്ടിയോട് അങ്ങനെ ആരും ചോദിക്കില്ല. അത് പറഞ്ഞ നീലൻ അവളുടെ ചുണ്ടിൽ അമർത്തി മോഹിച്ചു. ഞാൻ പോയിട്ട് വരട്ടെ നീല? എന്നാ അതുമ്മ വരുന്നില്ല, ക്ലാസ്സിലേക്ക് ഞാൻ ഒറ്റയ്ക്കാ. അത് പറഞ്ഞ് അവൾ വേഗമായി പുറത്തേക്ക് ഇറങ്ങി. അപ്പു പോയി കഴിഞ്ഞതും നീലനും പുറത്തേക്ക് ഇറങ്ങി. ശിവൻകുട്ടിയുടെ ഫോൺ കോളുകൾ പലതവണ അവനെ തേടിയെത്തിയെങ്കിലും നീലൻ മനഃപൂർവ്വം അത് ഒഴിവാക്കിയിരുന്നു. ആരതിക്ക് ഇപ്പോൾ ക്ലാസ്സിൽ വരാൻ ചെറിയൊരു മടി വന്നോ എന്നൊരു സംശയം ഇല്ലാതില്ല. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് കോളേജിൽ നിന്നും ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്ന വഴി അനഘ പറഞ്ഞു. എനിക്കും ആ സംശയം ഇല്ലാതില്ല. വെറുതെ ലീവ് എടുക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പവും ആലോചനയോടെ പറഞ്ഞു. കല്യാണം കഴിഞ്ഞ ശേഷം എങ്ങനെ? നിൻ്റെയും കെട്ട് കഴിഞ്ഞതല്ലേ, എന്നിട്ട് നീ എന്താ ലീവ് ഒന്നും എടുക്കാത്തേ? നീലന് ഞാൻ വെറുതെ വീട്ടിൽ മടി പിടിച്ചിരുന്നതിന് ഇഷ്ടമല്ല. ഓഹോ, ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യാത്ത ഒരു ഉത്തമ ഭാര്യ. നമുക്കൊരു ഷേക്ക് കുടിച്ചാലോ? അയ്യോ വേണ്ട, തണുപ്പ് ഇല്ലാത്ത എന്തെങ്കിലും കഴിക്കാം നമുക്ക്. എന്നാൽ നമുക്ക് ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തുള്ള കടയിൽ നിന്നും മാങ്ങ ഉപ്പിലിട്ട് നെല്ലിക്ക വാങ്ങാം. അനഘ അപ്പുവിനെയും കൂട്ടി മുന്നോട്ട് നടന്നു. ഞാൻ പറഞ്ഞ കാര്യം എന്തായി വക്കീലെ? അത് നടക്കുന്നു തോന്നുന്നില്ല ശിവൻകുട്ടി സാറേ. അയാൾ ആ കാർത്തികേയൻ അമ്പിനും വില്ലിനും അടക്കുന്ന ലക്ഷണമില്ല. എന്ന് വെച്ചിട്ട് താനൊന്നും ചെയ്യാതിരിക്കണ്ട. എന്ത് ചെയ്തിട്ടാണെങ്കിലും എനിക്ക് ആ വീട് വേണം. അവൻ്റെ അച്ഛനുള്ള കാലത്ത് ഞാൻ അതിനൊന്ന് ശ്രമിച്ചു നോക്കിയതാ, പക്ഷെ കഴിഞ്ഞില്ല. എന്തായാലും വക്കീൽ എന്താന്ന് വെച്ചാൽ വേണ്ടത് ചെയ്തോ, ഞാൻ വേണ്ടതുപോലെ അങ്ങ് ചെയ്യാം, ശിവൻകുട്ടി പറഞ്ഞു. കോൾ കട്ടാക്കി. ഇയാളെ കൊണ്ട് മനുഷ്യൻ തോറ്റല്ലോ. ഇനി തോതിക്ക് തീർക്കാതെ മനുഷ്യനൊരു സമാധാനം തരില്ല, നാശം. കിഷോർ പിറുപിറുത്തുകൊണ്ട് ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടു. ബൈക്കിൽ കയറാൻ നിൽക്കുമ്പോഴാണ് റോഡിനപ്പുറത്ത് നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ടത്. അവളെ കണ്ടതും അയാളുടെ മുഖത്ത് ഒരു ചിരി വിരിഞ്ഞിരുന്നു. ഇയാൾ ഇവിടെയാണോ പഠിക്കണേ? അപൂർണ എന്നാണ് പേര്. കാർത്തികേയൻ രാവിലെ വിളിക്കുന്നത് കേട്ടു. ഇവൾ അയാളുടെ ആരായിരിക്കും? അനീത്തിയാണോ? കിഷോർ ഒന്ന് ആലോചിച്ചുകൊണ്ട് ബൈക്കിൽ ചാരിയിരുന്നു. അതേസമയം അപ്പു ബസ് സ്റ്റോപ്പിൽ കയറിയിരുന്നു. അപ്പു വീട്ടിലേക്ക് വരുമ്പോൾ അവളെ കാത്തുന്ന പോലെ നീലൻ ഉമ്മറത്ത് തന്നെ ഉണ്ടായിരുന്നു. കുളിച്ച് റെഡിയായി വാ, നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. ഇപ്പോഴോ? ഞാൻ പഠിച്ചു ക്ഷീണിച്ച് ഇപ്പോഴെത്തിയുള്ളോ, നാളെ പോയാൽ പോരെ? പറ്റില്ല, വേഗം റെഡിയാവോ. നീലൻ അവളെ ഉന്തിത്തള്ളി അകത്തേക്ക് കയറ്റി വിട്ടു. അരമണിക്കൂർ കഴിഞ്ഞതും അപ്പു റെഡിയായി വന്നതും ഇരുവരും പുറത്തേക്ക് ഇറങ്ങി. തൻ്റെ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലായതും അപ്പുവിൻ്റെ മുഖം സംശയത്താൽ ചുളിഞ്ഞിരുന്നു. നീല ഗേറ്റിന് മുന്നിലെത്തിയതും അപ്പു നീലൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി. അതുമ്മ പ്രഗ്നൻ്റ് ആണോ? അത് കേട്ടതും നീലൻ്റെ മുഖത്ത് ഒരത്ഭുതം നിറഞ്ഞു നിന്നു. നിനക്കെങ്ങനെ മനസ്സിലായി? അപ്പം എൻ്റെ സംശയം ശരിയാണല്ലേ? ഞാൻ സിനിമയും സീരിയലൊക്കെ കാണുന്ന ആളാ. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തിരിച്ചറിയും. നീ അറിഞ്ഞത് ഇവിടെയുള്ളവരറിയണ്ട. നിനക്ക് സർപ്രൈസ് തരാൻ കാത്തിരിക്കും എല്ലാവരും. നീലൻ അത് പറഞ്ഞ് അകത്തേക്ക് നടന്നു. പിന്നാലെ അവളും. ഉമ്മറത്ത് തന്നെ ഫോൺ നോക്കി അരുൺ ഇരിക്കുന്നുണ്ട്. മുഖത്ത് പതിവില്ലാത്ത സന്തോഷവും. അവൻ നീലനോട് കണ്ണുകൊണ്ട് എന്തോ ആംഗ്യം കാണിച്ചു. അതിന് മറുപടി നീലൻ കണ്ണ് ചിമ്മി. ഇതെല്ലാം കണ്ടെങ്കിലും അപ്പു കാണാത്ത ഭാവത്തിൽ നിന്നു. അതുമ്മ എവിടെ?
അപ്പു ചോദിച്ചു. അകത്തുണ്ട്, എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അപ്പു അകത്തേക്ക് നടന്നു. കാർത്തി വാ. അപ്പുവിൻ്റെ റിയാക്ഷൻ നമുക്ക് നേരിട്ട് കാണാം. അരുൺ ആവേശത്തോടെ പറഞ്ഞതും നീലൻ കണ്ണു ചിമ്മി ചിരി വരുത്തിക്കൊണ്ട് തലയാട്ടി. അപ്പു റൂമിലേക്ക് വരുമ്പോൾ ആദമ്മ ഫോണിൽ ആരോട് സംസാരിക്കാണ്. അപ്പുവിനെ കണ്ടതും ആദമ്മ കോള് കട്ടാക്കി. നീ എന്താ ഇന്ന് ക്ലാസ്സിൽ വരാതിരുന്നേ? അപ്പു ഒന്നും അറിയാത്ത പോലെ ബെഡിലേക്ക് ഇരുന്നുകൊണ്ട് ചോദിച്ചു. ഒരു സർപ്രൈസ് ന്യൂസ് ഉണ്ട്. എന്തേ, നീ പഠിപ്പ് നിർത്തിയാ? അതൊന്നല്ല, ഒരു ഹാപ്പി ന്യൂസാണ്. നമ്മുടെ വീട്ടിലേക്ക് പുതിയ ഒരാൾ കൂടി വരാൻ പോവാണ്. അപ്പുവിൻ്റെ കൈയെടുത്ത് തൻ്റെ വയറിന് മീതെ വെച്ച് ആദമ്മ പറഞ്ഞു. അപ്പു അതിശയത്തോടെ ബെഡിൽ നിന്ന് ചാടി എണീറ്റു. സത്യാണോ? അതേടി. റൂമിലേക്ക് കയറിക്കൊണ്ട് അരുൺ പറഞ്ഞതും അവൾ ആദമ്മയെ കെട്ടിപ്പിടിച്ച് കവളെ ഉമ്മവച്ചു. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ക്ലാസ് കഴിഞ്ഞ് വന്നത് നീല ഇവിടേക്ക് കൊണ്ടുവന്നപ്പോൾ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു സർപ്രൈസ് ആയിരിക്കുന്നു. അപ്പുവിൻ്റെ അഭിനയം കണ്ട് ശരിക്കും ഞെട്ടിയ നീലനായിരുന്നു. അവൻ അപ്പുവിനെ ഓരോ മുഖഭാവവും സൂക്ഷ്മം നിരീക്ഷിക്കുകയായിരുന്നു. ഇതെല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.